ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ മനസ്സിലായി കാണും ഗൈസ്, നമ്മൾ നാട്ടിലാണ്. എൻ്റെ നാട്ടിൽ എൻ്റെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പം നമ്മൾ ഉത്സവം കൂടാൻ വേണ്ടി വന്നതാണ്. ഹരിയാണ മാസ് എൻട്രി. അത് മൊത്തം പോയി. ബിരിയാണിയിലെ എല്ല് മതിയാ? എല്ല് ചിക്കൻ്റെ എല്ല് മതിയാ? അപ്പൊ ഗൈസ്, നമ്മൾ നാട്ടിലാണ് ഉള്ളത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പൊ നമ്മൾ ഉത്സവം കൂടാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പൊ നമ്മൾ 2 ദിവസം നാട്ടിലുണ്ട്. അപ്പോ അമ്പലത്തിലേക്കുള്ള ഇത് കാളയെന്നല്ലേ പറയുന്നത്? ഉറപ്പാണേ ഗൈസ്? ഇവിടെ എല്ലാവരും പറയുന്നത് കാളയാന്നാ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലാണ് ഇന്ന് കാള കൊണ്ടുവച്ച് ഉത്സവത്തിന് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ്, നമ്മുടെ വീട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാട്ടോ കാള കൊണ്ടുവെക്കുന്നത്. അപ്പോൾ കൂടുന്നോ വ്ളോഗില്? എന്താ എനിക്കും വയ്യാന്ന്. പിള്ളേർക്ക് വരെ വിലയില്ലടേ. യൂട്യൂബാ, പ്രത്യേക സാഹചര്യത്തിൽ യൂട്യൂബ് തുടങ്ങേണ്ടി വന്നു. ഹായ് പറ. ഹായ്. പേരെന്താ? എന്തെന്നാ? ഹൻസീഫ്. അപ്പോൾ ഇത് നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു അമ്പലം തന്നെയാണ്. അപ്പോൾ ഈയിടെയായിരുന്നു നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അതെൻ്റെ മിസ്സായി. അത് കഴിഞ്ഞിട്ടാണ്, ഇപ്പോൾ 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ ഉത്സവം വന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ഇവിടെ വരാൻ പറ്റി. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഗൈസ്, ഇനി കൂടുതലൊന്നും സംസാരമില്ല. നമുക്ക് ഇന്നത്തെ കണ്ടന്റ് ഇതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇന്ന് ഉത്സവം, അതാണ് എൻ്റെ നാട്ടിലെ ഉത്സവം, അതുതന്നെയാണ് ഇന്നത്തെ കണ്ടന്റ്. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉത്സവം അടിച്ച് പൊളിക്കാം ഗൈസ്. ഗൈസ്, ഇതാണ് ഉത്സവമായിട്ട് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഫുഡാണ്. എൻ്റെ ചേച്ചി സ്പെഷ്യൽ ബീഫ്, എന്താണ് ബീഫ് കറി. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പൊ എന്റെ ചേച്ചിയുടെ സ്പെഷ്യൽ ബീഫ് കറിയാണ് ഇത്. അപ്പൊ നമുക്ക് ഫുള്ളും റെഡി ആയിട്ട് കാണാം. ഇത് ഉണ്ടാക്കാൻ എന്റെ ഷെഫിനെ കാണിക്കാൻ പറ്റില്ല. കുളിച്ച് സുന്ദരമായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വരുള്ളൂ എന്നാണ്. നല്ല ചൂട് ഗൈസ്, നല്ല ചൂട്, ഭയങ്കരമായിട്ട് സ്വെറ്റ് ആവുന്നുണ്ട്. ഞാൻ സൈക്കിള് ചവിട്ടാൻ പഠിച്ചു. സൈക്കിൾ കാര്യമായിട്ട് ചവിട്ടാൻ പഠിച്ചാ? ഇത് പുതിയ സൈക്കിൾ 1 മാസം മുന്നേ മേടിച്ചു. നിക്ക് ചിറ്റ കാണിക്കാം, ബ്ലോഗിൽ കാണിക്കട്ടെ. ചിറ്റ സോന് സൈക്കിൾ ആവട്ടെന്ന് കാലെത്തോ സോന? ആ എനിക്ക് അവര് കാണിച്ചാൽ നമുക്ക് ആ വഴി പോയിട്ട് സൈക്കിൾ ആവട്ടെ. ഓക്കെ, ചിറ്റ വരാം. നിക്ക് ചിറ്റ ചപ്പല കേട്ടെ. സോന് സൈക്കിൾ വിട്ടാൻ വേണ്ടി പോയതാണ് ഗൈസ്. അവന് ഇത്ര നാൾ സൈക്കിൾ വിട്ടില്ല. അവന് സൈക്കിൾ കുഞ്ഞിലുണ്ടായിരുന്നു, പക്ഷെ അവൻ സൈക്കിൾ വിട്ട് പഠിച്ചിട്ടില്ല. ഇപ്പം അവൻ്റെ സൈക്കിൾ വാങ്ങിയപ്പോൾ അവൻ സൈക്കിൾ ചവിട്ടി പഠിച്ചു. അപ്പോൾ അവൻ്റെ അടുത്ത് വെച്ചിട്ട് അതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാൻ. ഷോന നിൽക്കി, വണ്ടി വരുന്നത്. ഓക്കെ പോയിക്കോ. നോക്കിയാ വണ്ടി വരുന്നത്? നോക്കിപ്പോണേ, മെയിൻ റോഡിൽ പോകല്ലേ. കൊള്ളാം, സൂപ്പർ 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 സൂപ്പർ. ഇതാരെ പുറയില്? അവരവിടെ ഉണ്ട്, കാരണത്തുണ്ട്. ഇതാര്? ഗൈസ്, ഭയങ്കര ചൂട്, നല്ല വെയില്. ഇന്ന് ഫുൾ ഹാപ്പി ഡേ ആണ് ഗൈസ്. ഭയങ്കര സന്തോഷം. എന്താണെന്ന് അറിയത്തില്ല, എല്ലാവരും ഉള്ളത് കൊണ്ടാണെന്ന് പറയുന്നത്. ഭയങ്കര വൈബിങ് ഇത്, ഭയങ്കര വൈബിങ് ആണ്. ഭയങ്കര പീസ്ഫുൾ, ഭയങ്കര ബ്ലാസ്റ്റ്, ഭയങ്കര ഹാപ്പി, എല്ലാം കൂടെ ചേർന്നൊരു ഡേ ആയിട്ടാണ് ഇന്ന് ഫീൽ ചെയ്യുന്നത് ഗൈസ്.
പിന്നെ ഞങ്ങളിങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ കൂടാറുള്ളൂ കേട്ടോ, ചേച്ചിയും ഹസ്ബൻഡും പിള്ളേരും. കാരണം അവർ ട്രിവാൻഡ്രം ആയതുകൊണ്ട് തന്നെ ഞാൻ കൊച്ചിയിലാണ്, അമ്മ കൊല്ലത്താണ്. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ ഫ്രീ ആകുമ്പോൾ ചേച്ചി ഫ്രീ ആവാറില്ല, ചേച്ചി ഫ്രീ ആകുമ്പോൾ ഞാൻ ഫ്രീ ആവാറില്ല. അപ്പം അങ്ങനത്തെ ഉള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ വെക്കേഷൻ ടൈം എല്ലാം കൂടെ ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ ആണ്. അടിപൊളിയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഫാമിലി ടൈം അടിപൊളിയാണ്. നമ്മുടെ വീട്ടിലെ ചക്കയാണ് ഗൈസ്. വേറെ ഇവിടെ 3-4 പ്ലാവ് ഉണ്ട് കേട്ടോ, പക്ഷെ അതെല്ലാം പിടിച്ചു കഴിഞ്ഞു, അതിൻ്റെ സീസൺ കഴിഞ്ഞു. ഇത് ലാസ്റ്റ് പിടിക്കുന്നൊരു പ്ലാവാണ്. സോനു ചിറ്റയ്ക്ക് ഐസ്ക്രീം തന്നില്ല. കൊള്ളാം. നിനക്ക് ഐസ്ക്രീം ഇല്ല, നിന്റെ ഐസ്ക്രീം ഞാൻ കഴിച്ചു. ഇല്ല എടാ, നീ പ്രായപൂർത്തിയല്ലേ, നിനക്ക് എന്തിനാണ് ഐസ്ക്രീം? മോനു അമ്മ ഇത് വേണ്ട. ഞാനല്ല, നിങ്ങളെ മോനല്ലേ മോന്തയ്ക്ക് ജയിച്ചതാ ഐസ്ക്രീം. എനിക്കറിയാം ഗൈസ്, നിങ്ങൾ ഇതുവരെ തിങ്ക് ചെയ്യുന്നത് എന്റെ ചേച്ചി മാത്രം ബ്ലോഗിൽ വരുന്നില്ല. നിങ്ങൾ ആ ഫ്രിഡ്ജിന്റെ ബാക്കിൽ ഗൈസ് ഈ വ്ലോഗ് മൊത്തം അലമ്പായിരിക്കും. അറിയണ്ട, അതൊക്കെ നല്ലതാ. എന്റെ ചേച്ചി നിങ്ങൾ കാണുന്നില്ലെന്ന് നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും. നേരത്തെ കാണാമെങ്കിൽ നിങ്ങൾ അങ്ങനെ നമ്മുടെ ബിരിയാണി റൈസ് റെഡി ആയല്ലോ. കളർ ഇടുവോ അമ്മേനി? അപ്പൊ ഇനി അമ്മയല്ലോ ഒന്ന് റെഡി ആയിന്ന് പറ്റിക്ക. അപ്പൊ വെന്തില്ല, അത് ഊറ്റി വെച്ച് അത് രണ്ടാക്കി. ഓ ഇത് മറ്റേ ദമ്മിടാനാണോ? ഓക്കെ 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 ഗൈസ്, അപ്പൊ ദമ്മിടാണ്. നമ്മൾ വീണ്ടും പുറത്താട്ടോ റൈസ് വെച്ചത്. അതുകൊണ്ട് ഇവിടെ 2-3 കാക്കകൾ നോക്കിയിരിക്കാണ് ദമ്മ് കിട്ടുമോന്നറിയാൻ. മീന്റെ വെളുപ്പ് കാണുമ്പോ ഇന്നുണ്ടാക്കിയത് കാവാലം ജാനകി. വടതല മത്സരമായിരുന്നു. ആരുണ്ടാക്കിയത്? കാവാലം ജാനകി തിരുവനന്തപുരത്തെ മെയിൻ ഷാപ്പിലെ ഷെഫാണ്. അണ്ടറിലായിരുന്നു, ഇപ്പം മാറി ഇങ്ങോട്ട് വരികയാണ്. ഇനി അടുത്ത വേറുണ്ട്, ഞങ്ങളുടെ മുതിർനെ കാണിച്ചുതരാം. അല്ല രാഹുൽ ഇത് കഴിച്ചിട്ട് വേണം അഭിപ്രായം പറയാൻ. അല്ല ഇത് കഴിച്ചിട്ട് വേണം. അല്ല അല്ല അത് കട്ട് ചെയ്തില്ല, ഞാൻ അത് കഴിച്ചു. അല്ലൊക്കെ ഇന്ന് അണ്ണ ഉച്ചക്ക് ഫിഷ് കഴിച്ചിട്ട് വൈകുന്നേരം ഉത്സവത്തിനുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. ഗൈസ് വൈകുന്നേരം ഉത്സവത്തിന് അണ്ണനെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ. വലിയത്തെ കിങ്സ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബുക്കഡ് ഫ്രീ ആണ്. സാധാരണക്കാർക്ക് 500 രൂപ, മുന്തി ഇനക്കാർക്ക് 1500 രൂപ. പിന്നെ കൂടിയ ഷോന എന്തെടുക്കാ? എന്ത് ഗെയിമാ? പബ്ജി ആണോ? എന്ത്? ഫ്രീ ഫയർ. ഫ്രീ ഫയർ ഏകദേശം ഒരു മോസ്റ്റ് പോപ്പുലർ ഗെയിമാണ്. ആ അമ്പലത്തിൽ പോയി രാവിലെ ഉത്സവമായിട്ട്? ഇല്ല, പോണം. എപ്പോ? കുറച്ചേരൊക്കെ കഴിയുമ്പോ. ഓക്കെ. അങ്ങനെ കൊണ്ടുപോവാണ് ഗൈസ് കാളെ. ഉത്സവത്തിന് വേണ്ടിയിട്ട് ഇറക്കാൻ പോവാണ്. ഭയങ്കര സന്തോഷവും അതുപോലെ ഭയങ്കര വിഷമവും. 2 ദിവസം വീട്ടിലുണ്ടായിരുന്നു. കാളെ കൊണ്ടുപോവാണ്. കൊണ്ടുപോയിട്ട് ഇവരിങ്ങനെ ജസ്റ്റ് കുറച്ച് അമ്പലങ്ങളിൽ കയറി ഇങ്ങനെ വന്നിട്ട് ഒരു 7 മണിയാകുമ്പോഴൊക്കെ ആകുമ്പോൾ നമ്മുടെ വീടിന് മുറ്റത്ത് വരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് അപ്പുറത്തൊന്ന് പോകണം. വേറെ ഇവരെല്ലാവരും കൂടെ ഗ്യാങ് ചെയ്ത് ഒരു ഗ്രൗണ്ടിൽ ഗ്രൂപ്പാവും. അപ്പോൾ അവിടെ നമുക്കൊന്ന് പോകണം. അപ്പം അതേ ഉള്ളൂ ഗൈസ്.
എത്തോ എവിടെങ്കിലും എത്തോ ഗൈസ്? ഇതാണ് എന്റെ ചേച്ചി. ആ മുഖം സ്ലോ മോഷനിലൊന്ന് കാണിച്ചേ. സ്ലോ മോഷനിലൊന്നുള്ളൂ. 1 2 3 സ്ലോ മോഷൻ നോക്ക. ബുള്ളറ്റ് ഓട്ടിക്കാൻ പഠിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഓടിക്കാൻ അറിയോ? എന്നൊന്ന് ഓട്ടിച്ച കാണട്ടെ ഞാൻ. ഉത്സവ പറമ്പിൽ പോയി വീടരുത്. ഗൈസ് അങ്ങനെ നമ്മൾ ഉത്സവത്തിന് പോകാൻ റെഡിയായി. ഇതാട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ലൈക്ക് ഒരു കോട്ട് സെറ്റാണ്. ഉത്സവമുണ്ട്, ഒരു വെറൈറ്റി ലുക്കിലുള്ള പോകാമെന്ന് വിചാരിച്ചു ഗൈസ്. പാട്ടാണ് ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കാൻ പറ്റും. നമ്മളിവിടെ അടുത്ത് എല്ലാവരും ജോയിൻ ചെയ്തു. അപ്പം നമ്മളെല്ലാവരും കൂടെ പൊളിക്കാൻ പോവാണ് ഗൈസ്. പൊളിക്കാൻ പോവാണ്. ഹായ് പറ, ഹായ് പറ, ഹലോ എന്ന് പറ. ഹലോ ഹലോ. എല്ലാവരും എൻ്റെ ചേച്ചിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. എല്ലാവരും ചേച്ചിയുടെ ചാനൽ സബ്സ്ക്രൈബ് എന്റെ മദാലിസ ആരാന്നറിയോ നോക്ക്. ആരാ വന്നേ കാണട്ടെ. പച്ചയായിട്ട് എല്ലാരും കാണുന്നില്ല. ഞങ്ങൾ ഫുൾ വൈബാണ്. ഞങ്ങൾ ഫുൾ വൈബാണ്. ഗൈസ് ഈ ഗ്രൗണ്ടിലാണ് എല്ലാ ആൾക്കാരും ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് ഇവിടെ നിന്നാണ് ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ട് അവരാരെയും കാണുന്നില്ല. അവർ മുന്നേ പോയി ഗൈസ്. ഞങ്ങളിപ്പോൾ അവരെ തപ്പി ഞങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. അല്ലേ മാം? ഗൈസ് ഇതെൻ്റെ ട്യൂഷൻ സെൻ്ററാണ്. ഞാൻ പണ്ട് 7th തൊട്ട് 10th വരെ പഠിച്ച 9th വരെ പഠിച്ച എൻ്റെ ട്യൂഷൻ സെൻ്ററാണ് ഗൈസ്. നല്ല രസമുണ്ട് ഇപ്പോഴും കാണാല്ലേ.
ഗൈസ് അങ്ങനെ ഉത്സവം അടിപൊളിയായിരുന്നു, ഗ്രാൻഡ് ആയിരുന്നു ഗൈസ്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ ഉത്സവം ഇത്രയും തകർക്കും എന്ന്. കാരണം ഒരു പ്ലാനും ഇല്ലായിരുന്നു ഇങ്ങനെ കുറേ നടക്കേണ്ടി വരുമെന്ന്. പക്ഷെ കുറേ നടന്നു, എൻ്റെ ലൈഫിൽ കുറേ നാൾക്ക് ശേഷമായിട്ട് ഞാൻ ഇത്രയും നടന്നതും അതേപോലെ ഡാൻസ് ചെയ്യുന്നു ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അതേപോലെ ഡാൻസ് ചെയ്യും എല്ലാം അടിപൊളിയായിരുന്നു, ഭയങ്കര വൈബായിരുന്നു, ഭയങ്കര നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര പോസിറ്റീവ് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെ ആയിരുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ 2 days നാട്ടിൽ കാണുമെന്ന്. പക്ഷെ ഞാനിപ്പോൾ സംസാരിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ്. കാരണം നമ്മൾ ഉത്സവത്തിനിടയിൽ ഉച്ചയൊക്കെ അപ്പോൾ നിങ്ങളോട് ഞാൻ സംസാരിച്ചില്ലേ 2 days നാട്ടിൽ കാണും എന്ന്. എനിക്ക് നാട്ടിൽ വന്നിട്ട് കുറച്ചുകൂടെ കണ്ടന്റ് ഒക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അർജന്റായിട്ടൊരു കോൾ വന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ 9 മണിക്ക് എനിക്ക് കൊച്ചിയിൽ എത്തണമായിരുന്നു. ഒരു ഷൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു മാർഗ്ഗം ആയതുകൊണ്ട് തന്നെ ഞാൻ ലേറ്റ് നൈറ്റ് തന്നെ ഒരു 1 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഉത്സവമൊക്കെ ഫുള്ളും കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ എത്തി. അതിനുശേഷം നമ്മൾ 2:30 ഒക്കെ ആയപ്പോൾ ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ നൈറ്റ് തന്നെ നമ്മൾ കൊച്ചിയിലേക്ക് വിട്ടിരുന്നു. അപ്പോൾ ഗൈസ് ഉത്സവം എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു ഉത്സവം ഞാൻ ഇങ്ങനെ നാട്ടിലെ ഒരു ഉത്സവം ഞാൻ ഇത്രയും ഗ്രാൻഡായിട്ട് ലൈക്ക് ഒരു ആൺപിള്ളേർ അല്ലെങ്കിൽ പെൺപിള്ളേർ ഒരു വേർതിരിവില്ലാതെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ചില്ല് ചെയ്ത ഒരു ഉത്സവം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു. അല്ലെങ്കിൽ ഒരുപാട് ഹാപ്പിയാണ് ഞാൻ. അത് മാത്രമല്ല ചില ഉത്സവത്തിന് എല്ലാ നാട്ടിലും പോലെ ഉത്സവത്തിനായിട്ട് ചെറിയ ഉത്സവത്തല്ലൊക്കെ കാര്യങ്ങളൊക്കെ കാണുമല്ലോ, അതേപോലെ നമ്മുടെ ഉത്സവത്തിന് ഉണ്ടായിരുന്നു കേട്ടോ, തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില കുരുപ്പുകളൊക്കെ കാണുമല്ലോ, നല്ല രീതിയിലൊക്കെ നടക്കുന്ന സമയത്ത് കുറച്ച് കുത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ അതേപോലെ നമ്മുടെ ഉത്സവത്തിനുണ്ടായിരുന്നു. എനിവേസ് അതെല്ലാം കഴിഞ്ഞു. പക്ഷെ ഫുൾ ഹാപ്പിയാണ്. എന്തായാലും സ്റ്റിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഇങ്ങനൊരു ഉത്സവത്തിന് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ ഗൈസ് എന്തായാലും എൻ്റെ നാട്ടിലെ ഉത്സവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്നോട് ഓപ്പണായിട്ട് പറയുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ, ലവ് യു ഓൾ.